സാറേ കേശവപിള്ള സാർ എന്നൊരു സാറ് താങ്കളുടെ ജീവിതത്തിൽ ഒരുപാട് പിന്നെ സ്വാധീനം ചെലുത്തായിട്ട് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ. കേശവപിള്ള സാറെന്ന് പറയുന്നത് എൻ്റെ വല്യച്ഛനാണ്, ബന്ധു തന്നെയാണ്. ബന്ധുവാണ്. ഞാൻ പഠിച്ച പ്രൈമറി സ്കൂളിൻ്റെ മാനേജരും പിന്നെ പുള്ളി ഒരു ഹെഡ് മാസ്റ്ററായിരുന്നു. പുള്ളി 70s പുള്ളിക്ക് ദേശീയ അവാർഡ് കിട്ടിയിട്ടുണ്ട് അധ്യാപകനുള്ള. അവരുടെ തലമുറയാണ് ഞങ്ങളുടെ നാട്ടിൽ ആദ്യമായിട്ട് അഭിനയ നാടകം കൊണ്ടുവന്നത്, വായനശാല തുടങ്ങുന്നത്, അങ്ങനെയൊക്കെ ഉള്ളൊരു തലമുറ അവരുടേതായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്വാധീനം അതിൻ്റെ പിന്മുറക്കാരെന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും വലിയച്ഛന് കുറേ നല്ല പ്രായമായി. ഇപ്പോൾ ഞാൻ ലങ്കാലക്ഷ്മി കൊല്ലത്ത് അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹം ഒറ്റയ്ക്ക് നല്ല പ്രായം എന്ന് പറഞ്ഞാൽ 80 വയസ്സ് കൂടുതലായി, 50 വയസ്സ് കൂടുതലായി കാണുമെന്ന് എൻ്റെ വിചാരം. പുള്ളി ഇവിടെ നാടകം കാണാൻ വന്നിട്ട് എന്നോട് വിശദമായിട്ട് അതിനെക്കുറിച്ച് സംസാരിച്ചു. ഇനി അവാർഡ് കിട്ടുമ്പോൾ വിളിക്കും. എന്തായിരുന്നു അദ്ദേഹം തന്ന അഭിനന്ദനം? വളരെ സന്തോഷമല്ലേ ഇതൊരു നാട്ടിൻപുറമാകുമ്പോൾ എല്ലാവരുടെയും. ഇപ്പം നാട്ടിൻപുറത്ത് ഞാനൊരു വളരെ വ്യത്യസ്തമായ ഒരു രീതിയാണ് എനിക്ക് എൻ്റെ നാട്ടിൻപുറത്തെ ജീവിതം. അതായത് അവിടെ എനിക്കറിയാൻ വയ്യാത്ത ഒരു വീടില്ല, ഞങ്ങളുടെ വാർഡിൽ അറിയാൻ വയ്യാത്ത ഒരു വ്യക്തിയില്ല. ഇപ്പം കുട്ടികളെയൊന്നും ചിലപ്പോൾ അത്ര പെട്ടെന്ന് മനസ്സിലായില്ല. മറ്റേത് ഇലക്ഷൻ വന്നാൽ ഇലക്ഷൻ പ്രവർത്തനം ഫുൾ ടൈം, ഉത്സവം വന്നാൽ ഉത്സവ കമ്മിറ്റി ഫുൾ ടൈം, കുതിരയെടുക്കാനും എല്ലാ കാര്യത്തിനും. ഓണമാണെങ്കിൽ വായനശാല ഒരു നാടകമാണ്, പിന്നെ അതിൻ്റെ പിരിവ്. അപ്പം ഇത് ഞാൻ മാത്രമല്ല, ആ ഗ്രാമത്തിൻ്റെ ഒരു പൊതുസ്വഭാവം അതായിരുന്നു അന്ന്. അവിടുത്തെ ആൾക്കാരുടെ പരാതി ഇന്ന് താങ്കൾ ഈ തിരക്കുള്ള നടനായി കഴിഞ്ഞപ്പോൾ അവിടേക്ക് എത്തുന്നില്ല, അവിടുത്തെ ആൾക്കാർക്ക് പരിചയമില്ല. പരാതി ഉണ്ടെന്നോ? പരാതിയുണ്ട്. ആര് പറഞ്ഞു? പറയുന്നു ഗ്രാമത്തിലുള്ളവർ തന്നെ. ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ഞാൻ ഉത്സവത്തിന് സ്ഥിരമായിട്ട് പോകും, പിന്നെ ഓണത്തിന് പോകും. പിന്നെ ഈ നമ്മുടെ ജീവിതത്തിൻ്റെ തൊഴിലിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഇപ്പോൾ ഞാൻ ഹൈദരാബാദിൽ പോയി ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് മദ്രാസിൽ വന്നിട്ട് തിരുവനന്തപുരത്ത് പിന്നെ വേറെ അടുത്ത് പോകണമെങ്കിൽ ചിലപ്പോൾ വീട്ടിൽ പോകാൻ പറ്റില്ല. മിസ് ചെയ്യുന്നുണ്ടോ നാടിനെ? അങ്ങനെ മിസ് ചെയ്യുന്നില്ല എനിക്ക്, ഇല്ല. പിന്നെ മുമ്പത്തെ ഇപ്പം നാട്ടിൽ ഇപ്പം ചെന്നാലും നമ്മളവിടെ ഇറങ്ങി നടക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. എപ്പോഴും അമ്പലത്തിലോ അല്ലെങ്കിൽ ആളുകളെ കണ്ടോ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുക എന്നുള്ളത്. ഓണത്തിൻ്റെ കാര്യം എങ്ങനെയായിരുന്നു നാട്ടിലെ ഓണം? കുറച്ചൊരല്പം പ്രേമം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു? അല്ല മുറപ്പെണ്ണ തന്നെ ആകും. അല്ല, നമുക്കൊരു സാധാരണ ഒരു കോളേജ് വിദ്യാർത്ഥിയുടെ കൂട്ടോ അല്ലെങ്കിൽ ഒളിവ് അങ്ങനെ ഇല്ല. അങ്ങനെ ഒരു സംഭവം ഞങ്ങൾ അനുഭവിച്ചിട്ട് ഒരു വീട്ടിൽ തന്നെയാണ് താമസം. അങ്ങനെ ഒരു ഒളിച്ച് നോക്കുക അല്ലെങ്കിൽ കണ്ണുകൊണ്ട് കാണിക്കുക അതിനൊന്നും ആവശ്യം വന്നിട്ടില്ല. അങ്ങനെ ഇല്ലായിരുന്നു. അത് പിന്നെ മാത്രമല്ല, ഇറ്റ് വാസ് ആൻ ആൾമോസ്റ്റ് അപ്രൂവ്ഡ് അഫെയർ ബൈ എവരിവൺ. കുടുംബത്തിലെല്ലാവരും ഇത് അംഗീകരിച്ചിരുന്ന ഒരു ബന്ധമായതുകൊണ്ട് ഒരിക്കലും അതിൽ കടക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഓണത്തിനുള്ള ഒരു രീതി എന്ന് പറഞ്ഞാൽ വളരെ കുട്ടിക്കാലത്താണെങ്കിൽ വള്ളികൾ നോക്കി പോകും. കാട്ടിലൊക്കെ പോയി വള്ളി വെട്ടിക്കൊണ്ടുവന്ന് ഊഞ്ഞാലിട്ട് ആടുക, കരടി കെട്ടുക. പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ നാടകം അങ്ങനെ